2 പതിറ്റാണ്ടിലേറെക്കാലം നെയ്യാറ്റിൻകര രൂപതയുടെ വികാരി ജനറലായി സേവനമനുഷ്ഠിച്ച മോൺസിനോർ ജി ക്രിസ്തുദാസിന്റെ പൗരോഹിത്യത്തിന്റെ സുവർണ ജൂബിലിയും 75ാം ജന്മദിനവും ആഘോഷമാക്കി നെയ്യാറ്റിൻകര രൂപത. നെയ്യാറ്റിൻകര രൂപത ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവൽ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആഘോഷങ്ങളുടെ സമാപനത്തിൽ സ്വന്തം കൈപ്പടയിൽ എഴുതി തയ്യാറാക്കിയ രാജിക്കത്ത് ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവലിന് കൈമാറിക്കൊണ്ട് തന്റെ 22 വർഷത്തെ വികാരി ജനറൽ സ്ഥാനത്ത് നിന്നും മോൺസിനോർ ജി ക്രിസ്തുദാസ് വിരമിച്ചു. സമൂഹത്തിൽ കാരുണ്യത്തിന്റെയും ദൈവസ്നേഹത്തിന്റെയും മുഖമായി വർത്തിച്ച് 2 പതിറ്റാണ്ടിലേറെക്കാലം നെയ്യാറ്റിൻകര രൂപതയുടെ വികാരി ജനറലായി സേവനമനുഷ്ഠിച്ച മോൺസിനോർ ജി ക്രിസ്തുദാസിന്റെ പൗരോഹിത്യ സുവർണ ജൂബിലിയും 75ാം ജന്മദിനാഘോഷവും ആഘോഷമാക്കി നെയ്യാറ്റിൻകര രൂപത. കൃതജ്ഞതാ ദിവ്യബലിയോടെ പരിപാടികൾക്ക് തുടക്കമായി. മോൺസിനോർ ജി ക്രിസ്തുദാസ് കൃതജ്ഞതാ ദിവ്യബലിയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പ്രകാശിപ്പിക്കാം. യേശുദാസൻ ഈ ലോകത്തിൽ നമുക്ക് ലഭിച്ച സമ്മാനമാണ്. അതുപോലെ നമ്മളെല്ലാവരും ദൈവം ഈ ലോകത്തിൽ നൽകിയ സമ്മാനമാണ്. യേശുവിനെ പോലെ യേശുവിനോടൊപ്പം ഹൃദയത്തോടൊപ്പം ഒരുമിച്ച് ചേർന്ന് നിന്ന് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുകയും മറ്റുള്ളവർക്ക് അവർക്ക് ധന്യത പകർന്നു കൊടുക്കുകയും ചെയ്യുകയാണ്. നമ്മെ എല്ലാവരെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന മനോഹരമായ ദൗത്യമെന്ന് നാം തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവിൽ 75 വർഷം പൂർത്തീകരിക്കുകയും അതോടൊപ്പം വൈദിക ജീവിതത്തിൽ 50 വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന എനിക്ക് നിങ്ങളോടൊപ്പം ആയിരുന്നുകൊണ്ട് നന്ദി പറയുവാൻ അതിയായ ആഗ്രഹമുണ്ട്. കാരണം നിങ്ങളാണ് എന്നെ ഈ രീതിയിൽ ഇവിടേക്ക് എത്തിച്ചത്. അതിന് നന്ദിക്കുന്ന ഹൃദയത്തോടുകൂടി ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ ബലിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിരവധി വൈദികർ പരിശുദ്ധ ബലിയിൽ സന്നിഹിതരായി. 1975 പൗരോഹിത്യം സ്വീകരിച്ച മോൺസിനോർ ക്രിസ്തുദാസ് 2003 ഡിസംബർ 22 നെയ്യാറ്റിൻകര രൂപതയുടെ വികാരി ജനറലായി സ്ഥാനം ഏറ്റെടുക്കുന്നത്. തുടർന്ന് നടന്ന പൊതുസമ്മേളനം നെയ്യാറ്റിൻകര രൂപത ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവൽ ഉദ്ഘാടനം ചെയ്തു. ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്നു. മോൺസിനോർ ക്രിസ്തുദാസ് 1964 മെയ് 30 സെമിനാരിയിൽ ചേർന്നപ്പോൾ ഞാനും കൂടെ ഉണ്ടായിരുന്നു. അന്നു മുതൽ ഇന്നുവരെ ഞങ്ങൾ ഒരുമിച്ച് സ്നേഹിച്ചും പിണങ്ങിയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ ഗോൾഡൻ ജൂബിലി ഡിസംബറിൽ ആഘോഷിക്കും. നാളെ ജന്മദിനം ആഘോഷിക്കുന്ന മോൺസിനോർ ക്രിസ്തുദാസിന് എല്ലാ ദൈവാനുഗ്രഹങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഏറെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഈ യോഗം ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഒരേ കാലയളവിൽ വൈദിക പഠനം പൂർത്തിയാക്കിയ സഹപാഠികളായ ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവലും മോൺസിനോർ ജി ക്രിസ്തുദാസും ചടങ്ങിൽ പരസ്പരം പൊന്നാടി അണിയിച്ച് തങ്ങളുടെ പൗരോഹിത്യ സുവർണ ജൂബിലി സന്തോഷം പങ്കിട്ടു. മുൻ കേന്ദ്രമന്ത്രി പ്രൊഫസർ KV തോമസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ MP ഡോക്ടർ ശശി തരൂർ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, KCBC ഡെപ്യൂട്ടി സെക്രട്ടറി ഫാദർ തോമസ് തറയിൽ, M വിൻസെന്റ് MLA, നിംസ് മെഡിസിറ്റി MD ഫൈസൽ ഖാൻ, KRLCC പ്രസിഡന്റ് ജോസഫ് ജൂഡ്, KRLCC ജനറൽ സെക്രട്ടറി ഫാദർ ജിജു ജോർജ് അറക്കത്തറ, മുൻ സ്പീക്കർ N ശക്തൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പൊതുസമ്മേളനത്തിന്റെ സമാപനത്തിൽ മോൺസിനോർ ജി ക്രിസ്തുദാസ് മറുപടി പ്രസംഗം നടത്തി. 1980 ജനുവരി 14 ഗബ്രിയേൽ മരിയമ്മ ദമ്പതികളുടെ മകനായിട്ടായിരുന്നു മോൺസിനോർ ജി ക്രിസ്തുദാസിന്റെ ജനനം. 1964 മെയ് 30 വൈദിക വിദ്യാർത്ഥിയായി സെന്റ് വിൻസെന്റ് സെമിനാരിയിൽ പ്രവേശിച്ചു. 1975 ഡിസംബർ മാസം 19 അന്നത്തെ മെത്രാനായിരുന്ന പീറ്റർ ബെർണാഡ് പെരേരെ പിതാവിൽ നിന്നും വൈദിക പട്ടം സ്വീകരിച്ചു. നിരവധി ദേവാലയങ്ങളിൽ വിവിധ കാലയളവുകളിൽ ഇടവക വികാരിയായി സുത്യർഹമായ സേവനമനുഷ്ഠിച്ചു. തിരുവനന്തപുരം രൂപത മതബോധന ഡയറക്ടർ, സെന്റ് വിൻസെന്റ് സെമിനാരി പ്രിഫെക്ട്,
തിരുവനന്തപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ തുടങ്ങി വിവിധങ്ങളായ കർമ്മപദങ്ങളിൽ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ സേവനം കാഴ്ചവെച്ചു. 2004 മുതൽ നെയ്യാറ്റിൻകര രൂപതയുടെ വികാരി ജനറലായി മികവാർന്ന സേവനം. ഇത്തരത്തിലുള്ള പോരാട്ട പരീക്ഷകളുടെ ഉടമയാണ് മോൺസിനോർ ക്രിസ്തുദാസ്. അവിഭക്ത തിരുവനന്തപുരം രൂപതയിലും നെയ്യാറ്റിൻകര രൂപതയിലും ജനഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിയ മഹനീയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് മോൺസിനോർ ക്രിസ്തുദാസ്. ഇദ്ദേഹത്തിന്റെ ജീവിത ദർശനം, വിദ്യാഭ്യാസ, സാമൂഹിക, പരസ്നേഹ പ്രവർത്തനങ്ങളും രൂപതയുടെ വളർച്ചയിൽ നിർണായകമായി പങ്കുവഹിച്ചിട്ടുണ്ട്. 1979 അരുവിക്കര ഇടവകയിൽ വിശുദ്ധ മദർ തെരേസ നടത്തിയ സന്ദർശനത്തിന്റെ ഭാഗമാകാനും മദറുമായി സംസാരിക്കാനും സാധിച്ചതും മോൺസിനോർ ക്രിസ്തുദാസിന്റെ ജീവിതത്തിലെ നിർണായകമായ നിമിഷങ്ങളായി. മദർ തെരേസയിൽ നിന്നും ലഭിച്ച പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു പിന്നീടുള്ള ജീവിതം. പിന്നീട് സമൂഹത്തിന്റെ അടിത്തറയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി 2017 കാരുണ്യവർഷ സമാപനത്തിൽ രൂപം കൊടുത്ത് നിരവധി സുമനസ്സുകളുടെ സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന കാരുണ്യ ഫാമിലി അഡോപ്ഷൻ പദ്ധതി ഇനിയും നിലയ്ക്കാത്ത പരസ്നേഹത്തിന്റെ മാതൃകാ പ്രവർത്തനമായി ഇന്നും നിലനിൽക്കുന്നു. ജാതിമതഭേദമില്ലാതെ 500-ൽ പരം കുടുംബങ്ങൾക്ക് എല്ലാ മാസവും ആദ്യ ആഴ്ചയിൽ മോൺസിനോർ ക്രിസ്തുദാസ് 1000 രൂപ നൽകി വരുന്നു. ഈ കാരുണ്യത്തിന്റെ മുഖം വികാരി ജനറലായി 22 വർഷം കഴിഞ്ഞ വേളയിൽ പദവിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപനവും ആഘോഷങ്ങൾ നടന്ന വേദിയിൽ തന്നെ നടത്തി. ജനുവരി 13 ലോഗോസ് പാസ്റ്ററൽ സെന്ററിൽ നടന്ന പൗരോഹിത്യ വാർഷികത്തിന്റെയും ജന്മദിനത്തിന്റെയും സമാപനത്തിലാണ് സ്വന്തം കൈപ്പടയിൽ എഴുതി തയ്യാറാക്കിയ രാജിക്കത്ത് ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവലിന് കൈമാറി രൂപതയുടെ എല്ലാ ഔദ്യോഗിക പദവികളിൽ നിന്നും മോൺസിനോർ ജി ക്രിസ്തുദാസ് വിരമിച്ചത്. ഷെക്കേന ന്യൂസ്, തിരുവനന്തപുരം.